കഴിഞ്ഞ് ആകെ 2 കേസല്ലേ ഉള്ളൂ. കിട്ടിയോ? പണി കുറെ എടുത്തു. വട്ടക്കൊട്ടയിൽ വെള്ളം കോരി പോലായി. ഒരു കേസ് മാറ്റിക്കൊണ്ടുപോയി. ബിജു, 1942 ഈ ആക്ട് നമുക്ക് കോടതിയുടെ മുന്നിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഈ കേസ് വിജയിച്ചു. പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. OS 264/2014. റേസ് ടൈം ഫോർ ഹിയറിംഗ് യുവർ ഓണർ. കേസിൽ സീനിയർ നിരവധി തവണ അപ്പീൽ ചെയ്താണല്ലോ. കേസ് പഠിച്ചിട്ടില്ലെന്ന് പറ. കേസ് പഠിച്ചിട്ടില്ല, ഫയലില്ല, ഫയൽ വെക്കുണ്ടേ. കേസ് അടുത്ത മാസം 20-ാം തീയതിക്ക് നീട്ടിയിട്ടുണ്ട്. മര്യാദക്ക് പഠിച്ചിട്ട് വരിക, ഇല്ലെങ്കിൽ കേസ് ഞാൻ തന്നെ അങ്ങോട്ട് പഠിച്ചിട്ട് തീർപ്പാക്കും. എന്താ? സൈലൻസ് സൈലൻസ്. ആ നന്നാക്കാൻ കൊണ്ട് കൊട്ടുപടി എന്തിയെ? ഇതെന്താണോ ഞാനിവിടെ ആണി പറിക്കാതിരിക്കുക? അതല്ല സാർ, കൊട്ടുപടി പണിയാൻ ആളില്ല. എറണാകുളം മാർക്കറ്റ് മുഴുവൻ അന്വേഷിച്ച് കിട്ടിയതാണ്. AS 421/2015. ഐ എം ഫോർ ദ റെസ്പോണ്ടന്റ് ലോഡ്ഷിപ്പ്. ഐ എം ഫോർ ദ അപ്പലന്റ് യുവർ ലോഡ്ഷിപ്പ്. 1942 ഈ കേസിനാസ്പദമായ ആക്ട് ഉണ്ടായത്. 1942 തന്നെ ഈ ആക്ടിന്റെ റൂൾസും ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ആക്ട് 1942 തന്നെ നിലവിൽ വന്നിരുന്നു. അതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. 1942 വന്ന ഈ ആക്ട് 13 തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിന് അമെൻഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഓരോ അമെൻമെന്റ് വഴി കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെയും പല ആക്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഇതുപോലെ പ്രശ്നമുണ്ടായിട്ടില്ല. യുവർ ലോഡ്ഷിപ്പ് മേ ഹാവ് എ ലുക്ക് അറ്റ് എക്സിബിറ്റ് P11. AS 421/2015. Your Lordship, A.K. Gopalan versus State of Madras, 1950 Supreme Court 27. Next, Your Lordship, R.C. Cooper versus Union of India, 1970 Supreme Court 564. Another one, Your Lordship, Maneka Gandhi versus Union of India, 1978 SCR Volume 2 621. Visaga versus State of Rajasthan, 1997 SCC Criminal 93. Your Lordship, K.S. Puttuswamy versus Union of India, 2018 SCC Supplementary 1841. That is squarely applicable in this case. അങ്ങേക്ക് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി കാണും 1942 എന്താ സംഭവിച്ചതെന്ന്. വാട്ട് ഹാപ്പൻഡ് ഇൻ 1942? ഉപ്പ് സത്യാഗ്രഹം അല്ല, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലേ?